ഇന്നത്തെ റെസിപ്പി ചിക്കൻ ബ്രെഡ് ബോക്സ് ആണ്. ഇത് റമദാനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. അപ്പോൾ ഇതിനായിട്ട് ഒരു പാനിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചെടുക്കുക. ഈ ഓയിൽ ചൂടായാൽ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പച്ച സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, അതായത് നൈസായിട്ട് കട്ട് ചെയ്തത്, ഇത് നന്നായി വഴറ്റി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്, കാരണം പെട്ടെന്ന് ഇത് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഉള്ളി ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുക. ഇതിലേക്ക് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടി ചേർക്കുക. ഇനി ഇതിലേക്ക് ചിക്കൻ വേവിച്ചത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് ചിക്കൻ വേവിച്ചതാണിത്. അതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ വേവിക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി നമുക്ക് കുറച്ച് ബ്രെഡ് എടുക്കുക. പിന്നെ ഞാനിവിടെ ഒരു 8 സ്ലൈസോളം ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രെഡ് സ്ലൈസ് ഒരു സ്റ്റീമറിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുക്കാം. ഒരുപാട് അങ്ങ് ചൂടാവേണ്ട ആവശ്യമില്ല. ഇത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. ഫ്രൈ പാനിലിട്ടിട്ട് ചൂടാക്കരുത്, അപ്പോൾ നമ്മുടെ ബ്രെഡ് ക്രിസ്പി ആയി പോവും. ആവിയിൽ വെച്ച് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കണം. ഇനി ഒരു ചപ്പാത്തി റോളർ കൊണ്ട് ഈ ബ്രെഡ് നല്ല നൈസായിട്ട് പരത്തിയെടുക്കുക. എല്ലാ ബ്രെഡും ഇതുപോലെ അങ്ങ് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ സൈഡ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ ബ്രൗൺ പാർട്സ് കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു റെസിപ്പിക്ക് ബ്രെഡ് ക്രംസിൻ്റെ ആവശ്യമില്ല. എല്ലാ ബ്രെഡും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി 2 മുട്ട എടുക്കുക. ഇത് പൊട്ടിച്ചിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മിൽക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ ബ്രെഡ് ബോക്സ് ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പാല് ചേർക്കുന്നത്. ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായി മിക്സ് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അത് നന്നായി മിക്സ് ചെയ്യുക. ഒരു സ്പൈസി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുരുമുളക് പൊടി ചേർക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ പരത്തി വെച്ച ബ്രെഡ് സ്ലൈസ് എടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം.
ഇനി കുറച്ച് വെള്ളം ഇതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് തടവി കൊടുക്കുക. ഈ 4 സൈഡിലും തടവി കൊടുക്കണം. അതിനുശേഷം നന്നായി അങ്ങ് പ്രസ് ചെയ്യണം. എല്ലാ സൈഡും നന്നായി വെള്ളം തടവി കൊടുക്കണം. ഇനി ഇത് നല്ലോണം അമർത്തി ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിനകത്തേക്ക് ഓയിൽ കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നന്നായി പ്രസ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ ബ്രെഡ് സ്ലൈസിലും ഫില്ലിങ് വെച്ച് ഇതുപോലെ റോള് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രെഡ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് അങ്ങ് ഓയിൽ വേണ്ട, ജസ്റ്റ് ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല. ഇനി ഓരോ ബ്രെഡും മുട്ടയിലോട്ട് ഡിപ്പ് ചെയ്ത് ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയൊരു ഗോൾഡൻ കളർ ആകുമ്പോഴാണ് ഇത് തിരിച്ചിട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ബ്രെഡ് കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നോമ്പ് കാലത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നൊരു സ്നാക്കായിട്ടാണ്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇതൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ ആ ക്വസ്റ്റ്യന് റിപ്ലൈ ചെയ്യും. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.